ഇത് എന്റെ വീടാണ് കേട്ടോ. എന്റെ കുറ്റിച്ചിറയിലെ തറവാടാണ്. ഒരു 200 വർഷത്തോളം പഴക്കമുള്ള ഒരു തറവാടാണ്. ഞാൻ ഈ തറവാടിനെ പരിചയപ്പെടുത്താനുള്ള വീഡിയോ അല്ല ഞാനിപ്പോ ഇടുന്നത്. എന്റെ ഒരു സുഹൃത്ത് കൊല്ലക്കാരൻ, കൊല്ലം ഡിസ്ട്രിക്റ്റിലുള്ള രാഹുലിനെ പരിചയപ്പെടുത്താണ്. രാഹുൽ കൊല്ലത്തുനിന്ന് വന്നിപ്പോ എന്റെ കുറ്റിച്ചിറയിലെ വീട്ടിലായിരുന്നു ഇന്നലെ രാത്രി താമസിച്ചത്. ഞാൻ മുൻപരിചയമൊന്നുമില്ല, ഒരു യാത്രക്കാരൻ എന്ന ഒരു ബന്ധത്തിലാണ് ഞാൻ രാഹുലിനെ എന്റെ വീട്ടിൽ താമസിപ്പിച്ചത്. ഇദ്ദേഹം കാശ്മീർ വരെ സൈക്കിൾ ചവിട്ടി പോവാനുള്ള ഒരു ഒരുക്കത്തിലാണ്. എന്തായാലും രാഹുലിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. അവൻ എന്റെ വീട്ടിൽ നിന്നാണ് ഇറങ്ങുന്നത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ. ആ മൂലയിൽ നിൽക്കുന്ന ബെൽ ഐക്കൺ ഒന്ന് ഞെക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. രാഹുൽ, എങ്ങനെയുണ്ട് പുതിയൊരു ദിവസം? അടിപൊളിയാണ്. അടിപൊളിയെന്ന് വെച്ചാല് ഇവിടെ കുറ്റിച്ചിറയില് വലിയ തറവാട്ടില് രാത്രി കിടന്നുറങ്ങാൻ പറ്റി. അവിടുന്ന് എണീറ്റ് നേരെ വന്ന് ഈ കുളത്തിൽ നിന്ന് കുളിക്കാൻ പറ്റി. എനിക്ക് പറഞ്ഞിട്ട് അറിയത്തില്ല, ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള സാധനമാണ്. ഈ മോർണിംഗ് മാത്രമല്ല, ഇവിടുത്തെ ആൾക്കാർ ഇന്നലെ ഉച്ചതൊട്ട് ഞാനത് എക്സ്പീരിയൻസ് ചെയ്യണം. ഇന്നലെ ഉച്ചതൊട്ട് ഇവിടുത്തെ ആൾക്കാരുടെ പെരുമാറ്റവും അവരുടെ സഹകരണവും സ്നേഹവും എല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് ഇന്നലെ വൈകുന്നേരം ഇവിടുന്ന് കുളിച്ച് നേരെ ആ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങി. ഇന്ന് രാവിലെ അവിടെ നിന്ന് എണീറ്റ് ഇവിടെ വന്ന് കുളിച്ച് റെഡിയായി ഇപ്പം അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര പോവുകയാണ്. അപ്പോൾ ഒരു വർത്താണ്. എനിക്ക് തോന്നുന്നു ഈ കുളം കുറെ കൂടെ ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യേണ്ടിയിരിക്കുന്നത്. കേരളം മൊത്തം അറിയപ്പെടുന്ന സ്ഥലമാണ് കുറ്റിച്ചിറ. എല്ലാവരും കേരളത്തിലെ എല്ലാ നാട്ടിൽ നിന്നും ഇവിടെ ആൾക്കാർ വരേണ്ടതാണ്. നിങ്ങൾക്ക് ഇവിടെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാം. വന്ന വർത്താണ്. നിങ്ങൾ കേരളത്തിലെ ഏത് നാട്ടിൽ നിന്ന് എത്ര രൂപ ചിലവാക്കി വന്നാലും ഇവിടെ വന്ന വർത്താണ്, അത് ഉറപ്പാണ്. എന്തായാലും ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ ഉള്ള ഒരു ഇംപ്രഷൻ എന്താണ് കൊടുക്കുന്നത് കുറ്റിച്ചിറിനെ പറ്റിയിട്ട്? പ്രത്യേകിച്ച് എല്ലാ യാത്രക്കാർക്കും ഇങ്ങോട്ട് വന്നാൽ ഇത് ഞാൻ പറയില്ല, ഇത് ഒരു സഞ്ചാരിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ സഞ്ചാരിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ തന്നെ അധികം യാത്രകൾ പോവാത്ത ആൾക്കാർ എന്തോ ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, ഇവിടെ വന്നാൽ ഇതൊരു നഷ്ടമായി പോയെന്ന് ആർക്കും തോന്നില്ല. അതിന് ഞാൻ പറയുകയാണെങ്കിൽ കേരളത്തിലെ തിരുവനന്തപുരത്ത് നിന്നായാലും കാസർഗോഡ് നിന്നായാലും ഏത് അറ്റത്തുനിന്ന് ഇവിടെ വരുന്നവർക്കായാലും അത് ഫീൽ ചെയ്യും. സ്ഥലത്തിന്റെ ഭംഗി മാത്രം അല്ലെങ്കിൽ ഈ അറേഞ്ച്മെന്റ്സ് മാത്രമല്ല ഞാൻ പറയുന്നത്. ഇവിടുത്തെ ആൾക്കാർ അവരുടെ സ്നേഹം അത് ചുമ്മാ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ സിനിമയിലോ മാത്രം ഒതുങ്ങി പോകേണ്ട കാര്യമില്ല. കോഴിക്കോട് മലപ്പുറം ഭാഗത്തുള്ളവരുടെ സ്നേഹം ശരിക്കും പറഞ്ഞാൽ അത് അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ്. പറഞ്ഞു വരാൻ പറ്റൂല. അത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാൾക്ക് വേറൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയത്തില്ല. അത് വന്ന് പുറത്തൊരാൾ വന്ന് ഇവിടെ വന്ന് അത് എൻജോയ് ചെയ്ത് മനസ്സിലാകേണ്ട ഒരു കാര്യമാണ്. ഞാനത് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാനത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് രാവിലെ പോകുന്ന സൈക്കിള്. ഇതുപോലെ യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ നമുക്ക് ഒരു കൂട്ടായ്മയായിട്ട് ഒരു യാത്ര പോകാൻ തയ്യാറുള്ളവരും ഒന്ന് ഇറങ്ങിയാൽ വളരെ ഉപകാരം. ഇല്ല രാഹുൽ ഭായി? ഒറ്റയ്ക്ക് പോകുന്നതും കൂട്ടമായിട്ട് പോകുന്ന ഒരു ഫീലിംഗ് വേറെ ഡിഫറെന്റ് ഫീലിംഗ് ആണ്. അപ്പം അങ്ങനെ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവരും കമന്റ് ചെയ്യുക. ഇതാണ് ഈ രാഹുൽ പറഞ്ഞ കുറ്റിച്ചിറ, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 1/2 കിലോമീറ്റർ 500 മീറ്റർ യാത്ര ചെയ്തു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഈ പ്രദേശമാണ്. 4 ഏക്കറിൽ ഒരു കുളിക്കുന്ന കുട്ടികളൊക്കെ ഇപ്പൊ കുളിച്ചും കൊണ്ട് നിൽക്കാണ്. ഇന്നൊരു ഞായറാഴ്ച പ്രത്യേകിച്ച് കൂടുതൽ ആൾക്കാരുണ്ടാവും. ഇവിടെ പൗരാണിക ഒരു കേന്ദ്രമുണ്ട്, CSCO എന്ന് പറഞ്ഞിട്ട് ഒരു കേന്ദ്രമുണ്ട്. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഗവൺമെന്റ് സ്കൂളുണ്ട്. ഈ കുറ്റിച്ചിറ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ആകെ ഒരു ഒറ്റ സ്കൂളുള്ളത്. ആ സ്കൂളാണ് ആ ബ്ലൂ കാണുന്ന ബിൽഡിങ്. ഇവിടെ വന്ന് കുളിക്കുകയാണെങ്കിൽ ഇത്രയും വേറെ ഒരു സുഖം വേറെ എവിടെയും കിട്ടൂല. കുറ്റിച്ചിറന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടാണ് രാഹുൽ യാത്ര ചെയ്യുന്നത്. രാഹുൽ, നിങ്ങളെ യാത്രന്റെ പ്ലാനിങ് എങ്ങനെയാണ്? ഇപ്പൊ കാശ്മീരിലേക്ക് ഇപ്പോ പറവൂരിന്നും നിങ്ങളിപ്പോ യാത്ര തുടങ്ങിയിട്ട് ഇന്നത്തേക്ക് 7 ദിവസമായി. 7ാമത്തെ ദിവസമാണ് കോഴിക്കോട് നിന്നും യാത്ര ആരംഭിക്കുന്നത്. രാവിലെ ഒരു 8 മണിക്കാണ് യാത്ര ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ 8 മണിക്ക് യാത്ര ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അടുത്ത ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടാവല്ലോ, അത് എവിടെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്? ഏകദേശം എത്ര കിലോമീറ്റർ നിങ്ങൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ഒരു ദിവസം? എൻ്റെ ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കടൽ തീരം വഴി, അതായത് ഇപ്പൊ ഇനി കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, മംഗലാപുരം, ഗോവ, ആ റൂട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ രാവിലെ 6 മണിക്കാണ് സാധാരണ എല്ലാ ദിവസം റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 6 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് പിന്നെ ഇതൊക്കെ ഒന്ന് കണ്ട് പതുക്കെ ഒരു 8 മണിക്ക് തുടങ്ങി മാത്രമേ. കാരണം ഞാൻ ഒരു ദിവസം റൈഡ് ചെയ്യാൻ ഉദ്ദേശിച്ചത് 100 കിലോമീറ്റർ ആണ്. അപ്പൊ എല്ലാ ദിവസവും അത് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. ക്ലോസ് ആയിട്ട് ഒരു 90 കിലോമീറ്റർ ഒക്കെ ഡെയിലി അച്ചീവ് ചെയ്യാൻ പറ്റും. 6 ദിവസത്തിന്റെ ഉള്ളിൽ യാത്ര ചെയ്തതിൽ ഏറ്റവും ഹെവി കിലോമീറ്റർ
ഓടി എത്ര കിലോമീറ്റർ ഓടിയത്? 94 കിലോമീറ്റർ. 94 കിലോമീറ്റർ ഓടി. 94 കിലോമീറ്റർ, ചിലത് 92 കിലോമീറ്റർ ഉണ്ട്. എല്ലാം ഒരു 90 പ്ലസിലാണ്. ആവറേജ് ഒരു 80 പ്ലസ് യാത്ര ഡെയിലി ചെയ്യുന്നുണ്ട്. ഈ 80 പ്ലസ് യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാലിന് എന്തെങ്കിലും ബുദ്ധിമുട്ട്? ഇല്ല. കാരണം വെച്ചാല് ഞാന് ഈ റൈഡിന് വേണ്ടി ഒരു വർഷം മുമ്പ് പ്രാക്ടീസ് ആരംഭിച്ച് ഞാൻ ഒരു ദിവസം ഇതിനൊരു പ്രാക്ടീസ് എന്തായാലും നിർബന്ധം. ഞാൻ ഉദ്ദേശിച്ചാൽ ഞാൻ ഒരു ദിവസം ഒരു 175 കിലോമീറ്റർ വരെ ചവിട്ടി സെറ്റാക്കി വെച്ചിരുന്നു. അതായത് നമ്മൾ ചിലപ്പം അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്ക് കിടക്കാൻ സൗകര്യമുള്ള സ്ഥലം വരത്തില്ല, ചിലപ്പം ഇപ്പോൾ പെട്രോൾ പമ്പൊന്നും കിട്ടിയെന്ന് വരത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച 100 കിലോമീറ്റർ ഒന്നും ചിലപ്പോൾ നിന്ന് വരത്തില്ല, നമ്മൾ ചിലപ്പോൾ ചവിട്ടി പോകേണ്ടി വരും. അപ്പം ഞാൻ ഒരു 175 കിലോമീറ്റർ ഒരു ദിവസം ചവിട്ടാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്റ്റാമിന സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് ചവിട്ടിയെടുത്തതല്ല. ആദ്യം 50 കിലോമീറ്റർ ചവിട്ടി, 60 കിലോമീറ്റർ ചവിട്ടി, അങ്ങനെ കൂട്ടി 175 വരെ എത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 175 ഓൾറെഡി എത്തിച്ച് വെച്ചതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ദിവസം 100 കിലോമീറ്റർ ചവിട്ടുന്നുണ്ട്. വലുതായിട്ട് അതൊരു വലിയ ടാസ്ക് ആയിട്ട് വരുന്നില്ല. 100 കിലോമീറ്ററും അച്ചീവ് ചെയ്യുന്നില്ല, ഒരു 90 കിലോമീറ്റർ. അതുകൊണ്ട് അപ്പൊ രാഹുലിന്റെ സംസാരത്തിൽ മനസ്സിലാക്കുന്ന പറഞ്ഞാല് ഒരു 100 കിലോമീറ്റർ യാത്ര ചെയ്യണം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു 200 കിലോമീറ്റർ ഓട്ടി എക്സ്പീരിയൻസ് ഉണ്ടാക്കേണ്ടി വരും. ഒരു ദിവസം ഒരു 200 അല്ലെങ്കിൽ 180 കിലോമീറ്റർ എങ്കിലും ചവിട്ടി നമ്മൾ ഓൾറെഡി നാട്ടിൽ പ്രാക്ടീസ് ചെയ്ത് വെക്കണം. അല്ല, അതിന് ശരിക്കും എന്റെ ഒരു ഇതിലിപ്പോ എല്ലാവർക്കും 200 കിലോമീറ്റർ ഇങ്ങനെ ഓട്ടിട്ട് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതിനും പകരം എനിക്ക് അനുഭവം തോന്നുന്നത് അങ്ങനെയാണ്. ഇപ്പൊ ജിമ്മിനൊക്കെ പോയി കഴിഞ്ഞാൽ കാലിന് എന്തെങ്കിലും വെച്ച് കെട്ടിട്ട് അത് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അല്ലാതെ നിങ്ങൾ 200 കിലോമീറ്റർ ഡെയിലി ഓട്ടി എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ കേസുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന സൈക്കിൾ അനുസരിച്ചിരിക്കും. ഇപ്പൊ എന്റെ ഒരു സാധാ ഹൈബ്രിഡ് സൈക്കിളാണ്, സിംഗിൾ സ്പീഡ് സൈക്കിളാണ്, ഗിയർലെസ് സൈക്കിളാണ്. ഗിയർലെസ് ആണ്. ഓക്കെ, ഗിയർലെസിന്റെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടെ ഈ ദൂരം അത്രയും കുറച്ച് ചവിട്ടാൻ പറ്റുള്ളൂ. പക്ഷെ അതേസമയം നല്ലൊരു റോഡ് ബൈക്ക്, ഗിയറുള്ള റോഡ് ബൈക്ക് ഉള്ള ആൾക്കാർ എന്നെക്കാളി നന്നായിട്ട് സൈക്കിൾ ഓടാൻ പറ്റുന്ന ഒരു 16 കിലോമീറ്റർ ഒരു മണിക്കൂർ കവർ ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഈ വണ്ടിയിൽ എത്ര കിട്ടും എന്നുള്ള എനിക്ക് അത് പിന്നെ എന്റെ നോർമൽ റൈഡിനൊക്കെ, അതായത് ഞാൻ പറഞ്ഞ നാട്ടിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും റൈഡിന് പോകുമ്പോൾ രാവിലെ എനിക്ക് ചുമ്മാ ചവിട്ടാൻ പോകുന്നതൊക്കെ എനിക്ക് ഒരു മണിക്കൂറിൽ 15 കിലോമീറ്റർ പെർ അവറാണ് കിട്ടുന്നത്. പക്ഷേ ഈ റൈഡിൽ കാര്യം ഇത്രയും ലെങ്ത് കിടക്കുന്നതല്ലേ, അപ്പൊ എനിക്കിപ്പം ഒരുപാട് റഷ് എടുത്തു കഴിഞ്ഞാൽ ബോഡി ചിലപ്പോൾ ടയർഡാവും. അടുത്ത ദിവസം ചിലപ്പോൾ ചവിട്ടാൻ പറ്റത്തില്ല. അതുകൊണ്ട് പതുക്കെ ഒരു മണിക്കൂർ സമയം എടുത്ത് ഓരോരുത്തരെ പരിചയപ്പെട്ട് അങ്ങനെയാണ് പോണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു മണിക്കൂറിൽ 10 കിലോമീറ്റർ ആണ് സ്പീഡപ്പ് കിട്ടുന്നത്. അപ്പൊ അതിൽ സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ. ഈ ഇപ്പൊ യാത്ര പുറപ്പെട്ടല്ലോ, യാത്ര പുറപ്പെടുമ്പോ ഏറ്റവും വലിയ പ്രോബ്ലം എന്താന്ന് പറഞ്ഞാല്, അപ്പൊ യാത്ര പുറപ്പെടുമ്പോ നമുക്ക് ഞങ്ങളെ ഫിറ്റ്നസ് ഞങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ പ്രശ്നം തീർന്നു. ബാക്കിയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന്റെ ആണ്. ഈ ഭക്ഷണം ഇപ്പൊ ഞങ്ങൾ ചില ആൾക്കാർക്ക് ഉണ്ട് ഭക്ഷണ പ്രിയരായിരിക്കും. ആ ഭക്ഷണ പ്രിയർ എന്താവണോ, ഭക്ഷണം കൺട്രോൾ ചെയ്യേണ്ടി വരും. അല്ലേ? കാരണം എന്ന് പറഞ്ഞാൽ വാരി വലിച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വയർ ഇൻഫെക്ഷൻ അങ്ങനെ പല പ്രശ്നങ്ങളും വരും. അപ്പം ഈ ഭക്ഷണങ്ങൾ എന്റെ ഒരു അഭിപ്രായമാണ്. ഇനിയിപ്പോ രാവിലെ അതിന്റെ കാര്യങ്ങൾ പറയും. മാക്സിമം ഫ്രൂട്ട്സിലേക്ക് ഒതുക്കാൻ നോക്കാം. പിന്നെ നല്ല വെള്ളം, മിനറൽ വാട്ടറിന്റെ മാക്സിമം മിനറൽ വാട്ടർ വാങ്ങി യൂസ് ചെയ്യാൻ നോക്കാം. ഈ ഫുഡുകൾ കഴിയുന്നതും കഴിക്കാതെ നിൽക്കുന്നതായിരിക്കും എന്റെ അഭിപ്രായം. രാവിലെ എന്താണ് സെയിം അഭിപ്രായം? പറഞ്ഞ കണക്ക് നൈറ്റൊക്കെ ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. പിന്നെ വെള്ളം ഞാൻ എപ്പോഴും മിനറൽ വാട്ടർ മേടിക്കാറില്ല. പകരം ഇപ്പം മസ്ജിദുകളുണ്ട്, മറ്റു ഫ്രണ്ട് കുടിവെള്ളം അവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ വെള്ളമാണ് ഇപ്പൊ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മസ്ജിദുകളിൽ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവര് വെള്ളം തരും, പള്ളികളിൽ വെള്ളം തരും. അത് ഇനിയിപ്പോ ഈ ഭാഗമൊക്കെ ഇപ്പൊ കേരളം വിട്ട് കഴിഞ്ഞാല് കിട്ടാൻ ചാൻസ് കാണുന്നുണ്ടോ? എന്തെങ്കിലും വേറെ സോഴ്സ് നോക്കും, അല്ലെങ്കിൽ മിനറൽ വാട്ടർ പൈസ കൊടുത്ത് മേടിക്കും. ഓക്കെ. മാക്സിമം എന്റെ ഒരു അഭിപ്രായത്തിൽ മിനറൽ വാട്ടർ വാങ്ങാം. അതിന്റെ കാര്യത്തിൽ നമ്മൾ ഒരു 20 ഒരു 40 ചിലപ്പോൾ 60 റുപ്യ ഒരു ദിവസം ചെലവുണ്ടാവും. അത് ഇതില് നമ്മള് എന്താ പറയാ, ഓരോ രൂപയും കൗണ്ട് ചെയ്യുന്നുള്ള രീതിയാണ്. എങ്ങനെയൊക്കെ ഓരോ എമൗണ്ട് എവിടെയെങ്കിലും കുറയ്ക്കാൻ പറ്റുമെങ്കിൽ നോക്കാം. അത് അല്ല, എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഈ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് ചാനൽ തുടങ്ങിയ ഉദ്ദേശം എന്താന്ന് പറഞ്ഞാല് ഏറ്റവും ലോ ബഡ്ജറ്റില് എവിടെയൊക്കെ യാത്ര ചെയ്യാന്നുള്ള ഒരു ടിപ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തുടങ്ങിയത്. അത് ഞാനും മനസ്സിലാക്കിയ കാര്യമാണ്. മാക്സിമം ഇപ്പം നല്ല ലക്ഷറി സമയത്ത് ലക്ഷറി യാത്ര ചെയ്യുക, അതല്ലാത്ത സമയങ്ങളിൽ മാക്സിമം റേറ്റ് കുറച്ചിട്ട് ഇപ്പം ഒരു പല യാത്ര എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇപ്പോൾ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോ ഞങ്ങൾക്കിപ്പോ ഒരു യാത്ര ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സാമ്പത്തികം ചില ആൾക്കാർ നോക്കും, സാമ്പത്തികം ഉണ്ടാവില്ല. ചില ആൾക്കാർക്ക് ഒഴിവിന്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് സാമ്പത്തിക പ്രശ്നമാണ്. അതിലാണ് 90% ആൾക്കാർ യാത്ര മാറ്റി വെക്കുന്നത്.
അല്ലേ? അതെ അതെ. കാരണം ഫണ്ടില്ല അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനത്തെക്കുള്ള ഒരു ഉപകാരപ്പെടുന്ന ഒരു യാത്ര ആണ് രാഹുലിൻ്റെതും. രാഹുൽ യാത്ര കഴിഞ്ഞ് വരുമ്പോ പറയണം എനിക്ക് ഇത്ര പൈസ ചെലവായിട്ടുള്ളൂ, അതിൻ്റെതാണ്. അതെങ്ങനെയാണ് ഞാൻ യാത്ര ചെയ്തത്? ഞാനും അങ്ങനെ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ പൈസ ചെലവാക്കാറുള്ളൂ. ഇപ്പൊ എങ്ങനെയെങ്കിലും മറ്റു കാര്യങ്ങൾ ഇപ്പം ഈ പറഞ്ഞ ഞാൻ റൂം എടുക്കാറില്ല. പകരം ഒരു ടെന്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ടെന്റ് വന്നിട്ട് ഇത് ഡെക്കാത്തലോൺ കൊച്ചിന് കാലിക്കറ്റ് ഉണ്ട്. അത് ഏകദേശം ആ ടെന്റിന് എത്ര രൂപ ഉണ്ട്? ഇത് 2500 രൂപ. 2500 രൂപയാണ്. അത് 2 പേർക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടെന്റാണ്. അപ്പം ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് എനിക്കും എന്റെ ബാക്കിയുള്ള ലഗേജ് എല്ലാം എടുത്ത് അകത്ത് വെക്കാം. അത്യാവശ്യം സ്പേഷ്യസ് ആണ്. എയർ സർക്കുലേഷൻ ഉണ്ട്. പിന്നെ ഞാൻ ഒരു ചെറിയൊരു മിനി ഫാൻ, ബജാജിന്റെ ഒരു കൊച്ചു ഫാൻ, അതൊക്കെ വളരെ ചെറിയ അല്ലല്ല, അത് സെപ്പറേറ്റ് 900 റുപ്പീസ്. അപ്പൊ ഇല്ല, അത് ഞങ്ങൾ അവിടെ റിലയൻസ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പൊ അത് രണ്ടും കൂടെ ആയപ്പോ തന്നെ അത്യാവശ്യം താമസമെല്ലാം സെറ്റായി. പിന്നെ പെട്രോൾ പമ്പുകൾ ചെല്ലുമ്പോഴത്തേക്ക് അവരുടെ ഭാഗത്ത് സഹകരണമുണ്ട്. ഇപ്പൊ അവിടെ കിടന്നോട്ടെ ടെന്റ് അടിച്ച് കിടന്നോട്ടെ നോക്കുമ്പോൾ അവർ പറയും ഓക്കെ കിടന്നു. കാര്യം അവർക്ക് വേറെ മഴ പെയ്യുമ്പോൾ ഈ ടെന്റ് ആക്ച്വലി വാട്ടർ പ്രൂഫ് ആണ്. അത് നമുക്ക് എക്സ്ട്രാ റെയിൻകോട്ട് ഉണ്ട്. അത് പക്ഷെ ഒരു ടൈമിംഗ് ഉണ്ട്. ഒരുപാട് നേരത്തെ താങ്ങില്ല. പക്ഷേ കാറ്റ് അതിനും ഇതിനുള്ള ഫെസിലിറ്റി ഉണ്ട്. ആക്ച്വലി ഒരുപാട് വലിയ വിൻഡ് വരുന്നുണ്ടെങ്കിൽ പറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നമുക്കൊരു ചെറിയൊരു ഹുക്കും അത് കെട്ടിവെക്കാനുള്ള ടൈ ഒക്കെ ഇതിനകത്തുണ്ട്. പക്ഷെ എനിക്കിതൊന്നും ഇതുവരെ യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇതുവരെ കിടന്നിടത്തൊന്നും അത്രയും ഹെവി ആയിട്ടുള്ള കാറ്റോ മഴയോ വന്നിട്ടില്ല. ഇതിന്റെ യാത്ര ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ട് ഈ യാത്രയിൽ? ഞാൻ ഗൂഗിൾ മാപ്പ് ചെയ്ത് നോക്കിയിട്ട് 3200 കിലോമീറ്റർ ഉണ്ട്. പോണ റൂട്ട് കുറച്ച് ഈ വിദേശം വഴി ആയതുകൊണ്ട് കുറച്ച് ചുറ്റി പോകേണ്ടി വരും. 3700ഓളം കിലോമീറ്റർ ഉണ്ട് അല്ലേ? ഏകദേശം ഈ 3700 കിലോമീറ്റർ യാത്ര ചെയ്യാൻ ഏകദേശം എത്ര ദിവസം? ഇപ്പോഴത്തെ കാൽക്കുലേഷൻ പ്രകാരം 40 ദിവസമാണ്. അത് ചിലപ്പോൾ അങ്ങോട്ടും കൊണ്ട് മാറാം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ തോന്നുന്നു കർണാടക മംഗലാപുരം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം കുറച്ചും കൂടെ ഈ 100 കിലോമീറ്റർ കുറച്ചെടുക്കാൻ പറ്റും. കാരണം സ്ട്രൈറ്റ് റോഡാണ്. മാത്രമല്ല ഞാൻ അവിടെ മിക്ക സ്ഥലങ്ങളിലും അങ്ങനെ ഹോൾഡ് ചെയ്യാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ പ്ലാൻ ഇല്ല. അങ്ങനെ മഹാരാഷ്ട്രയിൽ ചില സ്ഥലങ്ങളിൽ പ്ലാനുണ്ട്. കർണാടകയിൽ ഗോകർണ ബീച്ച് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഹോൾട്ട് കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ സ്പീഡായിട്ട് പോകാൻ പറ്റും. പിന്നെ റോഡും കുറച്ച് നല്ലതാണെന്ന് തോന്നുന്നു. മെയിനായിട്ട് ലക്ഷ്യം കാശ്മീരാണ്. അതിനും കാശ്മീർ അല്ല, ശരിക്കും പറഞ്ഞാൽ എനിക്ക് ട്രാവൽ തന്നെ ഒരു ഓൾ അറൗണ്ട് ലക്ഷ്യമാണ്. അതായത് ഈ ട്രാവൽ ചെയ്യുന്നതിനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ഇതിനകത്തുള്ള എല്ലാ പ്രോസസ്സും എനിക്ക് ഫേവറേറ്റ് ആണ്. അപ്പം അത് ഈ പറഞ്ഞ നമുക്ക് ഇതിനു വേണ്ടി ബാഗ് പാക്ക് ചെയ്യുന്നതായാലും രാത്രി ടെൻറ്റ് കിടക്കുന്നതായാലും എല്ലാ പ്രോസസ്സും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാശ്മീർ എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഇത് എന്റെ ആവുന്ന സ്ഥലം എന്ന് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, എന്തായാലും അത്രയും 3800 കിലോമീറ്റർ ആണ് ഈ രാഹുൽ യാത്ര ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്തായാലും എല്ലാവരും ഒരു ഓൾ ദ ബെസ്റ്റ് കൊടുക്കാം അല്ലേ? താങ്ക് യു.